നമസ്കാരം, ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഓഫീസുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ചെറിയ ഒരു യുദ്ധത്തെക്കുറിച്ചെന്ന് വേണമെങ്കിൽ പറയാം. കേൾക്കുമ്പോൾ തമാശയായി തോന്നും, പക്ഷേ സംഗതി ഗൗരവമാണ്. സീനിയർ മാനേജറെ നോക്കി പുതിയതായി ജോലിക്കെത്തിയ പയ്യൻ ഹായ് ബ്രോ എന്ന് വിളിക്കുന്നത് കേട്ട് അന്തം വിട്ടു നിൽക്കുന്ന പഴയ തലമുറക്കാരുടെ കാഴ്ച ഇന്ന് ഓഫീസുകളിൽ പതിവാണ്. പണ്ട് ജോലി എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതമായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് അവധി പോലും എടുക്കാതെ പണിയെടുക്കുന്നതായിരുന്നു മിടുക്ക്. എന്നാൽ ഇന്ന് കാലം മാറി. 1990കളുടെ പകുതിക്ക് ശേഷം ജനിച്ച നമ്മുടെ ജെൻസി പിള്ളേർ ഓഫീസുകളിലേക്ക് എത്തിയതോടെ കഥയാകെ മാറി. അവർക്ക് ജോലി എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, അത് സർവമല്ല. ഈ മാറ്റം മില്ലേനിയൽസ് എന്ന് വിളിക്കുന്ന തൊഴിലുടമകളെയും മാനേജർമാരെയും വല്ലാതെ കുഴപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. എന്താണ് യഥാർത്ഥത്തിൽ ഓഫീസുകളിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ രണ്ട് തലമുറകൾ തമ്മിൽ ഇത്ര വലിയൊരു വിടവ് വരുന്നത്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ബ്രോ വിളിയിൽ നിന്ന് തുടങ്ങാം. പഴയ തലമുറയ്ക്ക് ഒരു ബോസിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് സാർ എന്ന് വിളിക്കുന്നതും വിനീതനായി നിൽക്കുന്നതുമൊക്കെയാണ്. എന്നാൽ ജെൻസിക്ക് ബഹുമാനം എന്നത് പ്രവൃത്തിയിലാണ്, വിളികളിലല്ല. അവർക്ക് എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് തന്നെ മാനേജറെ ബ്രോ എന്ന് വിളിക്കുന്നതിൽ അവർക്ക് തെറ്റൊന്നും തോന്നുന്നുമില്ല. പക്ഷെ ഇത് സീനിയർ ലെവലിലുള്ളവർക്ക് ദഹിക്കാൻ കുറച്ച് പ്രയാസമാണെന്ന് മാത്രം. ഇതൊരു പ്രൊഫഷണൽ മര്യാദകേടാണോ അതോ പുതിയ കാലത്തിന്റെ സ്വാഭാവികമായ മാറ്റമാണോ എന്നതാണ് ചോദ്യം. അടുത്ത പ്രധാന കാര്യം അവധിയാണ്. പണ്ടൊരു മില്ലേനിയൽ ജീവനക്കാരൻ അവധി ചോദിക്കുമ്പോൾ 100 വട്ടം ആലോചിക്കുമായിരുന്നു. അയ്യോ, ഓഫീസിൽ ഇത്രയും പണിയുണ്ടല്ലോ, ഞാൻ പോയാൽ ആര് തീർക്കും എന്നൊക്കെയായിരുന്നു ചിന്ത. എന്നാൽ ജെൻസിയുടെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാണ്. അവർക്കൊരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് മടിയൊന്നുമില്ല. എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫ് പ്രധാനമാണ് എന്ന് അവർ മുഖത്ത് നോക്കി പറയും. ഇവിടെയാണ് മാനേജർമാർ പെട്ടുപോകുന്നത്. വർക്ക് ലോഡ് കൂടുമെന്നോ ടാർഗറ്റ് മുടങ്ങുമെന്നോ കരുതി സ്വന്തം മെന്റൽ ഹെൽത്ത് കളയാൻ ഈ പുതിയ പിള്ളേർ തയ്യാറല്ല. സത്യത്തിൽ ഇതൊരു നല്ല മാറ്റമല്ലേ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ അതേ എന്ന് തന്നെ പറയണം. കാരണം സ്ട്രെസ് എടുത്ത് അസുഖം വരുത്തി വെക്കുന്നതിനേക്കാൾ നല്ലത് കൃത്യസമയത്ത് ബ്രേക്ക് എടുക്കുന്നത് തന്നെയാണ്. പക്ഷെ ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയെ ഇത് ബാധിക്കുമോ എന്ന പേടി മാനേജ്മെന്റിനുമുണ്ട്. ഇന്ന് പല ഓഫീസുകളിലും മാനേജർമാർ ഒരു സൈക്കോളജിസ്റ്റിന്റെ റോളിലേക്ക് മാറുകയാണ്. പണ്ട് ജോലി 10 മണിക്ക് തുടങ്ങും 5 മണിക്ക് തീരും എന്നതൊക്കെയായിരുന്നു കണക്ക്. ഇന്ന് അങ്ങനെയല്ല. ഓരോ ജീവനക്കാരന്റെ മൂഡ് നോക്കി അവർക്ക് വേണ്ടത് മനസ്സിലാക്കി പണിയെടുപ്പിക്കേണ്ട അവസ്ഥയിലാണ് പല ടീം ലീഡർമാരും. എനിക്കൊന്നും ജോലി ചെയ്യാൻ മൂഡില്ല എന്ന് പറഞ്ഞ് ലീവ് എടുക്കുന്ന ജീവനക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതും വലിയൊരു വെല്ലുവിളിയാണ്. ഇനി ഇതിനിടയിലേക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI കടന്നു വരുന്നത്. 2026 നിൽക്കുന്ന നമ്മൾ കാണുന്നത് AI വമ്പൻ വളർച്ചയാണ്. ജെൻസി വിഭാഗം ചെയ്യുന്ന പല എൻട്രി ലെവൽ ജോലികളും ഇന്ന് AIക്ക് ചെയ്യാൻ സാധിക്കും. സാങ്കേതികമായി ഈ പുതിയ തലമുറ വളരെ മുന്നിലാണ്, അത് സമ്മതിച്ചേ പറ്റൂ. പക്ഷെ ഓഫീസിലെ ഒരു ടീമിനോടൊപ്പം ചേർന്ന് പോവുക, ഉത്തരവാദിത്തങ്ങൾ ഉറച്ചു നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ അവർ പിന്നോട്ട് പോയാൽ അത് ഭാവിയിൽ വലിയ പ്രശ്നമാകും. AIക്ക് പകരം വെക്കാൻ കഴിയാത്ത വൈകാരികമായ പക്വതയും സ്ഥിരതയും കാണിച്ചാൽ മാത്രമേ വരും കാലത്ത് തൊഴിൽ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാറുന്ന കാലത്തിനനുസരിച്ച് സ്ഥാപനങ്ങളും മാറേണ്ടതുണ്ട്. പഴയ ബോസുകളെ ഇനി നടക്കില്ല. പുതിയ തലമുറയ്ക്ക് കൃത്യമായ കാരണങ്ങൾ വേണം. അവരെന്തിനാണ് ഈ ജോലി ചെയ്യുന്നതെന്നും അതുകൊണ്ട് അവർക്ക് എന്ത് ഗുണമുണ്ടെന്നും ചോദിക്കും. വെറുതെ പണിയെടുപ്പിക്കാൻ നോക്കിയാൽ അവർ അപ്പോൾ തന്നെ രാജിവെച്ച് ഇറങ്ങിപ്പോകും. ചുരുക്കത്തിൽ ഇതൊരു വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. മില്ലേനിയൽസ് അവരുടെ കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്ത സിസ്റ്റത്തിലേക്ക് ജെൻസി അവരുടെ പുതിയ ചിന്താഗതിയുമായി വരുന്നു. ഇത് രണ്ടും കൂടി ഒത്തുപോയാൽ മാത്രമേ ഏതൊരു സ്ഥാപനത്തിനും മുന്നോട്ട് പോകാൻ കഴിയൂ. സീനിയർ ജീവനക്കാർ പുതിയ തലമുറയുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കണം. അതേസമയം പുതിയ ജീവനക്കാർ പ്രൊഫഷണൽ ജീവിതത്തിലെ അച്ചടക്കവും ഉത്തരവാദിത്വവും പഠിക്കണം. ഓഫീസുകളിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളൊരു മില്ലേനിയൻ ആണോ അതോ ജെൻസി ആണോ? നിങ്ങളുടെ ഓഫീസിലെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഇക്കണോമിക് ടൈംസ് മലയാളം ഫോളോ ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. തൊഴിലിടങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള പൊതുവായ നിരീക്ഷണങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. വ്യക്തിപരമായി തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് സാമ്പത്തിക തൊഴിൽ വിദഗ്ധരുമായി ചർച്ച ചെയ്യുക.